Welcome to Shantanu in Wonderland. Welcome to Shantanu in Wonderland. അപ്പോൾ നമ്മളിപ്പോൾ വാർസോയിലെ കുറച്ച് മനോഹരമായിട്ടുള്ള ലൊക്കേഷൻസ് ആണ് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ആദ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാസിലേക്കാണ്. ആ കാസിലിനും അതേപോലെ അതിന് ചുറ്റുമുള്ള പാർക്കിനും ഈ ഡിസ്ട്രിക്റ്റിൻ്റെ അതേ പേര് തന്നെയാണ് അറിയപ്പെടുന്നത്. ഈ വെള്ളത്തിൽ ഇങ്ങനെ ചെറിയ ഇത് കെട്ടി വെച്ചിരിക്കുന്നത് എന്തിനാന്ന് ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു. അപ്പം അതേ നമുക്ക് കാണാൻ പറ്റും, അവിടെ അതിൻ്റെ ഉള്ളിൽ കിളികൾ മുട്ടയൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ കാസിൽ. ഇപ്പോൾ അതൊരു മ്യൂസിയം ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിനു ചുറ്റും ചരിത്രപ്രധാനമായിട്ടുള്ള മറ്റ് ചില കാഴ്ചകളും കൂടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടുള്ള വഴിയിൽ റൈറ്റ് സൈഡിൽ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഗ്രൗണ്ടിൻ്റെ പുറത്തായിട്ട് കണ്ടോ, ഇവരുടെ കുറേ അത്ലറ്റ്സിൻ്റെയും ഒക്കെ പിക്ചേഴ്സൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. മഴ ചാറുന്നുണ്ട്, നമുക്കൊരു പാരയാകുമെന്ന് തോന്നുന്നു. ഞാനൊരു 360 ഡിഗ്രിയിൽ കാണിച്ചു തരാം. ഇത് ഇവരുടെ ഒരു സ്പോർട്സ് ഹബ്ബാണെന്നാണ് നമ്മളുടെ ഒരു അനുമാനം. കാരണം ഇവിടെ ടെന്നീസ് കോർട്ടും അതേമാതിരി ഫുട്ബോൾ കോർട്ടും ഒക്കെ ഉണ്ട്. അങ്ങനെ പല പല കോർട്ടുകളുണ്ട്. പിന്നെ കുറേ പേര് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓട്ടം സീസൺ ഇങ്ങനെ പടി കടന്ന് വരികയായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വഴിയൊക്കെ അവസാനിച്ചു എന്നിങ്ങനെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമുക്കിത് ഇതിലെയും ആയിട്ട് 2 വഴിയുണ്ട്. ഓക്കെ, നടന്നോളൂ. എൻ്റെ അമ്മയെ കുറേ സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ മ്യൂസിയത്തിലേക്കുള്ള സ്റ്റെപ്സ് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തായ്വാനിലായിരിക്കുന്ന സമയത്ത് 18 പീക്സ് മൗണ്ടെയ്ൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോയിരുന്നു. അന്നൊന്നും നമുക്ക് വ്ളോഗില്ലായിരുന്നു. അപ്പോൾ ഇതേപോലെ കുറേ സ്റ്റെപ്സ് കയറിയിട്ടാണ് നമ്മൾ പോയത്. നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. പക്ഷേ ആ സ്റ്റെപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ചൊരു ആർട്ടിഫിഷ്യൽ എന്നല്ല, ഒരു മാൻമെയ്ഡ് ലുക്ക് ഉണ്ടല്ലോ. അത് കുറച്ചും കൂടെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിലുള്ള സ്റ്റെപ്സ് ആയിരുന്നു. അപ്പോൾ ഈ സ്റ്റെപ്സ് കണ്ടപ്പോൾ അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്നത്. നമ്മൾ ഓൾമോസ്റ്റ് എത്തി കേട്ടോ, ഇത്രയും കൂടെയുള്ളൂ. ഇതാണ് ഏറ്റവും ടോപ്പിലെത്തിയപ്പോഴുള്ള വ്യൂ. നമ്മൾ നടന്നു വന്ന വഴി, പിന്നെ അതേപോലെ അപ്പുറത്ത് നമ്മൾ സ്പോർട്സ് ഹബ്ബൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. ഈ ഒരു ബിൽഡിങ്ങാണ് നമ്മൾ താഴേന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ദൂരെയായിട്ട് കണ്ടിരുന്നത്. അതിൻ്റെ താഴെ ഒരു കഫേയൊക്കെയാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഷൂട്ട് യുവർ സെൽഫ് എന്നാണ് ഈ ഒരു സ്റ്റാച്യുവിൻ്റെ പേര്.
ഇതിൻ്റെ മുന്നിൽ കണ്ടോ നിലവറ പോലെ അണ്ടർഗ്രൗണ്ട് പോലെയൊക്കെ ഒരു ബിൽഡിങ് കാണാനുണ്ട്. ഈ കാണുന്നത് മ്യൂസിയത്തിൻ്റെ പാർട്ട് തന്നെയാണ്. പഴയ ബിൽഡിങ്സിൻ്റെ റിമൈൻസ് ഒക്കെയാണ്. പക്ഷേ അവർ റിനോവേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ അകത്തേക്ക് കിടക്കാൻ റെസ്ട്രിക്റ്റഡ് ആണ്. ഇതൊരു അണ്ടർഗ്രൗണ്ടൊക്കെ പോലെയാണ്. ഇത് മ്യൂസിയത്തിന് മുന്നിൽ തന്നെ ഉള്ളതാണ്. പക്ഷേ ഇത് മ്യൂസിയത്തിൻ്റെ ഭാഗമല്ല കേട്ടോ. ഇത് ഓൾഡ് വാർസോയിൽ ഉണ്ടായിരുന്നൊരു ഹോസ്പിറ്റലാണ്. അന്ന് ഹോസ്പിറ്റലായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കെട്ടിടം ഇപ്പോൾ ഉപയോഗമൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് ആ ഒരു കെട്ടിടത്തിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും അതിൻ്റെ ചുറ്റുഭാഗവും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് മിലിറ്ററി ഹോസ്പിറ്റലായിട്ടാണ് ഈ ഹോസ്പിറ്റൽ വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ ഉപയോഗത്തിലില്ലെങ്കിലും ഈ ബിൽഡിങ്ങും അതേപോലെ അതിൻ്റെ ചുറ്റുപാടും ഒക്കെ നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് മ്യൂസിയത്തിൻ്റെ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ നമുക്ക് ഒറ്റ ഫ്രെയിമിൽ കിട്ടിയത്. നമ്മൾ അകത്ത് കയറിയില്ല, കാരണം അത് വിസിറ്റിംഗ് ഹവേഴ്സ് ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് പുറമേ നടന്ന് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ നല്ലൊരു അടിപൊളി ഡെസ്റ്റിനേഷൻ ഉണ്ട്, അവിടേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. കുഞ്ഞി ഒച്ചുകൾ കുഞ്ഞുങ്ങൾ പല വെറൈറ്റി ഒച്ചുണ്ട്. ഒട്ടിച്ചു വെച്ചതല്ല, അതങ്ങനെ ഒട്ടുന്നതാ. ഇത് വേറെ ടൈപ്പ്, ഇത് വേറൊരെണ്ണം. ഒച്ചുകളുടെ ഒരു കളിയാണ് കേട്ടോ ഇവിടെ. ഇവിടെ ഇപ്പോൾ കണ്ടിടത്തോളം റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഫുഡ് കോർട്ടിലൊക്കെ ഡെക്കറേഷൻസ് ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്. റിബൺസ് അല്ലെങ്കിൽ പാത്രങ്ങൾ, ഇതേപോലെ ബാസ്ക്കറ്റൊക്കെയാണ് ഇവർ കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വന്ന വഴി തിരിച്ചിറങ്ങുകയാണ്. അവിടെ വേറൊരു പാർക്കുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിറങ്ങാം. ഇനി നമ്മൾ താഴെ ഒരു ഗാർഡനും അതേപോലെ ഒരു മ്യൂസിയം ഉണ്ട്, അത് കാണാൻ പോവുകയാണ്.